വിശ്വാസ സമൂഹത്തോട് എന്നും എപ്പോഴും പകപോക്കൽ രാഷ്ട്രീയം പയറ്റുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ കയറൂരി വിട്ട രാത്രി പൂരം കലക്കി. രാത്രി പൂരത്തിനിടെ പിണറായി പോലീസിന്റെ അനാവശ്യ ബലപ്രയോഗം അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ച് പ്രതിഷേധിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ചരിത്രത്തിലാദ്യമായാണ് പോലീസിന്റെ അനാവശ്യ ഇടപെടൽ മൂലം ഇത്തരം ഒരു സംഭവം. പൂരത്തിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മുഴുവൻ അസാധാരണ നടപടികളായിരുന്നു. വിശ്വാസികളടക്കം പൂരപ്രേമികളെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരവധി തവണയാണ് ഉണ്ടായത്. രാത്രി 1:30 മടത്തിൽ വരവ് പഞ്ചവാദ്യം നടത്തുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച എഴുന്നള്ളിപ്പ് തടഞ്ഞത് തിരുവമ്പാടി വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു. വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ പോലീസ് ആളുകളെ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി സംഘാടകർ മുങ്ങി. ഇതോടെ രാത്രിപുര പകുതിയിൽ വച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ഞുവാദ്യക്കാർ വടക്കുന്നാഥ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ വച്ച് പിരിഞ്ഞുപോയി. ആനകളും പൂരപ്രേമികളും മടങ്ങി. നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റടച്ച തിരുവമ്പാടി ദേവസ്വം പ്രതിഷേധിക്കുകയായിരുന്നു. നേരത്തെ തേക്കിൻകാട്ടിലേക്ക് പ്രവേശിക്കുന്ന പാണ്ഡി സമൂഹമഠം വഴിയിൽ നിന്നുള്ള ഭാഗത്തെ വഴി പോലീസ് ബാരിക്കേഡ് കൊണ്ട് അടച്ചിരുന്നു. ഇതുമൂലം മണികണ്ഠനാൽ വഴി മാത്രമാണ് ക്ഷേത്ര മൈതാനത്തിലേക്ക് ആർക്കും കയറാനായത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ വഴി അടച്ചുകെട്ടിയ ചരിത്രമില്ല. വെടിക്കെട്ട് സമയത്ത് ആളുകളെ മാറ്റുമ്പോൾ ബാരിക്കേഡ് വെച്ച് അടയ്ക്കാവുന്ന സ്ഥലമാണ് രാവിലെ മുതൽ കൊട്ടിയടയ്ക്കപ്പെട്ടത്. രാത്രിയിൽ മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് സത്യത്തിൽ തടയുകയാണ് ഉണ്ടായത്. മടത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്ന സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ പന്തലിൽ തിരുവമ്പാടി വിഭാഗം കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരെ തള്ളി മാറ്റിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. വാദ്യാസ്വാദകർക്ക് മുന്നിൽ പോലീസിനെ വിന്യസിക്കുകയാണ് ഉണ്ടായത്. CMP നേതാവ് CP ജോൺ അടക്കമുള്ളവരോട് മാറി നിൽക്കാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടതായി പരാതിയുണ്ട്. രാവിലെ തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് വരുന്നതിന് പുറപ്പെടുമ്പോൾ ആനയ്ക്ക് മുന്നിൽ 6 അടി അകലത്തിൽ നിൽക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇടപെട്ടതും വാക്കുതർക്കമുണ്ടാക്കി. മാധ്യമപ്രവർത്തകരെ പലയിടത്തും പോലീസ് തടഞ്ഞതും പ്രതിഷേധത്തിനിടയാക്കി. കഴിഞ്ഞ വർഷവും പോലീസ് തിരുവമ്പാടി വിഭാഗവുമായി തർക്കമുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി K രാജനും ജില്ലാ ഭരണകൂടവും തിരുവമ്പാടി വിഭാഗവുമായി ചർച്ചകൾ നടത്തി. വെടിക്കെട്ട് നടത്തുമെന്നും എന്നാൽ എപ്പോൾ നടത്താൻ കഴിയുമെന്ന് പറയാനാവില്ല എന്നും പുലർച്ചെ 5 മണിയോടെ വാർത്താ സമ്മേളനത്തിൽ തിരുവമ്പാടി വിഭാഗം അറിയിച്ചു. ഇതിനിടെ പാറേമക്കാവിന്റെ വെടിക്കെട്ട് 6:30 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മന്ത്രി K രാജൻ വീണ്ടും നടത്തിയ ചർച്ചകളിൽ പാറേമക്കാവിന്റെ വെടിക്കെട്ടിന് ശേഷം വെടിക്കെട്ട് നടത്താൻ തയ്യാറാണെന്ന് തിരുവമ്പാടി വിഭാഗം അറിയിക്കുകയായിരുന്നു. അതേസമയം തൃശൂർ പൂരത്തിന് സാക്ഷികളാകാൻ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിന്റെ തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരമായിരുന്നു. ആധുനികതയും പാരമ്പര്യവും ഒത്തുചേർന്ന കുടമാറ്റത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ ഭാരതത്തിന്റെ അഭിമാനമായ ചന്ദ്രയാൻ വരെ സ്ഥാനം പിടിച്ചപ്പോൾ തെക്കേ ഗോപുര നടയിലെത്തിയ ജനലക്ഷങ്ങൾ ആത്മനിർവൃതിയിലായി. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിന്റെ തെക്കേ ഗോപുര നടയിലേക്ക് ജനസാഗരം ഒഴുകുകയായിരുന്നു. പൂരനഗരിയിലെ മഴവില്ലിന് 7 അല്ല 700 വർണ്ണമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വർണ്ണക്കുടകളുടെ മാറ്റത്തിന് സാക്ഷികളാകാനുള്ള പ്രയാണം 4:40 വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലൂടെ പാറേമക്കാവ് ഭഗവതി 15 ആനകളുടെ അകമ്പടിയോടെ പുറത്തേക്കെത്തിയതോടെയാണ് പൂരപ്രേമികൾ ആവേശത്തിലായത്.